ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇൻഡോ ലേണിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ ആണ്, എ നംബ്രല്ല ഫോർ ഓൾ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് ബട്ടർഫ്ലൈസ് എന്നാണ്. ചിത്രശലഭങ്ങൾ അഥവാ പൂമ്പാറ്റകൾ എന്നാണ് അർത്ഥം. ഇതിൽ രസകരമായ കഥകളും മനോഹരമായ കവിതകളുമുണ്ട്. ഓരോ യൂണിറ്റിന്റെയും അവസാനത്തിൽ കാറ്റർപില്ലർ എന്ന ഭാഗമുണ്ട്. നമുക്ക് വായിച്ച് രസിക്കാൻ ആവേശകരമായ കഥകളാണ് ഇതിലുള്ളത്. ടെക്സ്റ്റിന്റെ കൂടെ പ്യൂപ്പ എന്ന ആകർഷകമായ വർക്ക് ബുക്കുണ്ട്. ചിത്രശലഭത്തിന്റെ ജീവിതചക്രത്തിലെ ഒരു ഘട്ടമാണ് പ്യൂപ്പ. ലെറ്റ്സ് റീഡ്. നമുക്ക് വായിക്കാം. എ ഒരു സ്മോൾ ചെറിയ ആൻഡ് ഉറുമ്പ് വോസ് ഒരു ചെറിയ ഉറുമ്പ് വോസ് സെർച്ചിങ്. സെർച്ച് ചെയ്യുക എന്നാൽ തിരയുക എന്നാണ് അർത്ഥം. അന്വേഷിക്കുക എന്ന അർത്ഥവുമുണ്ട്. എ സ്മോൾ ആൻഡ് ഒരു ചെറിയ ഉറുമ്പ് വോസ് ആയിരുന്നു, വോസ് സെർച്ചിങ് തിരയുകയായിരുന്നു, ഫോർ വേണ്ടി, ഫുഡ് ഫുഡ് ഭക്ഷണം, ഭക്ഷണത്തിന് വേണ്ടി തിരയുകയായിരുന്നു. ഒരു ചെറിയ ഉറുമ്പ് ഭക്ഷണത്തിന് വേണ്ടി തിരയുകയായിരുന്നു, അന്വേഷിക്കുകയായിരുന്നു. ഫുഡിന് ആരാണ് സെർച്ച് ചെയ്യുന്നത്? എ സ്മോൾ ആൻഡ്. സഡൻലി പെട്ടെന്ന്, ഇറ്റ് സ്റ്റാർട്ടഡ് ആരംഭിച്ചു. എന്താണ് ആരംഭിച്ചത്? റെയിനിങ് മഴ, മഴ ആരംഭിച്ചു. ഇവിടെ ഇറ്റിന് പ്രത്യേക അർത്ഥമില്ല. സെന്റൻസിന് ഒരു സബ്ജക്റ്റ് വേണമെന്നുള്ളത് കൊണ്ട് കൊടുത്തതാണ്. ഇതിന് ഇംഗ്ലീഷിൽ ഇൻട്രൊഡക്ടറി ഇറ്റ് എന്നാണ് പറയുക, അർത്ഥമില്ല. അപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് ആരംഭിച്ചു. എന്താ ആരംഭിച്ചത്? റെയിനിങ് മഴ, റെയിനിങ് മഴ, മഴ ആരംഭിച്ചു. ദാറ്റ് മീൻസ് ഇറ്റ് റെയിൻഡ്, മഴ പെയ്തു. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു രണ്ട്, ഇതിന് പറയാ കൊട്ടേഷൻസ് എന്നാണ് പറയാ. കൊട്ടേഷൻ അതായത് ഉദ്ധരണി. ഈ ഉദ്ധരണിയിലിടുന്ന ഭാഗം ആരോ പറഞ്ഞതായിരിക്കും അല്ലേ? ഇവിടെ നോക്കൂ, ഐ ഞാൻ, ഞാൻ, ആം ആണ്, ഓൾ ആകെ. എന്താണ്? വെറ്റ് നനഞ്ഞ. ഐ ആം ഓൾ വെറ്റ് എന്നാൽ അർത്ഥം എന്താണ്? ഞാൻ ആകെ നനഞ്ഞിരിക്കുന്നു. വേർ എവിടെ? ഷാൾ, ഷാൾ ഭാവിയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഐക്കും വിയിനും ശേഷം ഭാവിയെ കാണിക്കാൻ വില്ലിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആര്? ഷാൾ. വേർ എവിടെ? ഷാൾ ഫൈൻഡ്, ഫൈൻഡ് കണ്ടുപിടിക്കുക എന്നർത്ഥം. വേർ ഷാൾ ഫൈൻഡ് എവിടെ കണ്ടുപിടിക്കും. ഐ ഞാൻ, ഷെൽട്ടർ അഭയം, ഞാൻ എവിടെ ഒരു അഭയം കണ്ടെത്തും. ദ ആൻഡ് ഉറുമ്പ് ലുക്ക്ഡ് നോക്കി, എറൗണ്ട്, ആൻഡ് ലുക്ക്ഡ് എറൗണ്ട്, ആൻഡ് ചുറ്റും നോക്കി, എറൗണ്ട് ചുറ്റും, ചുറ്റും നോക്കി. എന്തിനാണ് ചുറ്റും നോക്കിയത്? ഷെൽട്ടർ കണ്ടുപിടിക്കാൻ. നോക്കൂ, ഇവിടെ ഒരു ചോദ്യം. വേർ എവിടെ? ഈ വില്ലെന്തിനെ കാണിക്കുന്നതാണ്? ഭാവിയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സഹായക്രിയയാണ്. വേർ എവിടെ? വിൽ ഗെറ്റ്, ഗെറ്റ് ലഭിക്കുക, വിൽ ഗെറ്റ് ലഭിക്കും. ആർക്ക്? ദ ആൻഡ് ഉറുമ്പിന് എവിടെ ലഭിക്കും? ഷെൽട്ടർ, ഷെൽട്ടർ ഉറുമ്പിന് എവിടെ ലഭിക്കും? കൂട്ടുകാർ ഗസ് ചെയ്ത് ആൻസർ പറയണം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അണ്ടർ എ ലീഫ്, ഒരു ഇലയുടെ കീഴെ ഷെൽട്ടർ ലഭിക്കും എന്ന് വേണമെങ്കിൽ പറയാം. കൂട്ടുകാർക്ക്
ഇഷ്ടമുള്ള പ്ലേസ് പറയാം. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നോക്കൂ. ലിസൺ ടു യുവർ ടീച്ചർ. The gentle rain turned into a heavy shower. The gentle എന്നാൽ അർത്ഥം എന്താണ്? മൃദുലമായ. ഇവിടെ അർത്ഥം ശക്തി കുറഞ്ഞ എന്നാണ് അർത്ഥം. ശക്തി കുറഞ്ഞ റെയിൻ മഴ, ടേൺഡ് തിരിഞ്ഞു, ഇൻഡുലേക്ക് എന്തിലേക്ക്? എ ഹെവി ഷവർ. ഹെവി ശക്തിയായ, കനത്ത ഷവർ മഴ, ശക്തിയായ മഴയിലേക്ക് തിരിഞ്ഞു. അതായത് ചെറിയ മഴ വലിയ ശക്തിയുള്ള മഴയായി മാറി. ദ ആൻഡ് ഉറുമ്പ് വാക്ട് നടന്നു, ഫാസ്റ്റ് വേഗത്തിൽ, ഉറുമ്പ് വേഗത്തിൽ നടന്നു. ഫാർ അവേ വളരെ ദൂരെ, ഹി അവൻ ഉറുമ്പ്, സോ കണ്ടു, സി കാണുക, സോ കണ്ടു, ഹി സോ സംതിങ് എന്തോ ഒന്ന്, വളരെ ദൂരെ അവൻ എന്തോ ഒന്ന് കണ്ടു. വാട്ട് എന്ത്? ഡിഡ് സി. ഡിഡ് സി എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സോ കണ്ടു എന്നാണ് അർത്ഥം. അപ്പോൾ നോക്കൂ, വാട്ട് എന്ത്, ഡിഡ് സി കണ്ടു. ആര്? ദ ആൻഡ് ഉറുമ്പ്. ഉറുമ്പ് എന്ത് കണ്ടു? ഇനി അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. അതിൻ്റെ ആൻസർ ഇവിടെയുണ്ട്. നോക്കൂ, ലെറ്റ്സ് റീഡ്, നമുക്ക് വായിക്കാം. ദ ആൻഡ് ഉറുമ്പ് സോ കണ്ടു എ ഒരു ടൈനി. ടൈനി മീൻസ് വെരി സ്മോൾ. ഉറുമ്പ് ഒരു ചെറിയ, വളരെ ചെറിയ മഷ്റൂം കൂണിനെ കണ്ടു. ഹി അവൻ ഉറുമ്പ്, റേൻ ഓടി. കൂണിനെ കണ്ടപ്പോൾ ഉറുമ്പ് എന്ത് ചെയ്തു? ഹി റേൻ അവൻ ഓടി. ടുവാർഡ്സ്. ടുവാർഡ്സ് എന്നാൽ ടു എന്നർത്ഥം, നേരെ. ടുവാർഡ്സ് ദി മഷ്റൂം. മഷ്റൂമിന് നേരെ, മഷ്റൂമിനരികിലേക്ക് ഓടി. ഇറ്റ് അത്, മഷ്റൂം. ഇറ്റ് എന്നാൽ മഷ്റൂം. ബോസ് ആയിരുന്നു. റെഡ്. മഷ്റൂം എന്തായിരുന്നു? റെഡ്. ഇൻ കളർ, അല്ലേ? ഇൻ കളർ എന്ന് പറഞ്ഞാൽ കളറിൽ റെഡ് ആയിരുന്നു. അതായത് മഷ്റൂമിന്റെ കളർ എന്തായിരുന്നു? റെഡ് ആയിരുന്നു. ദേർ വേർ ഉണ്ടായിരുന്നു. ദേർ വേർ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. യെല്ലോ മഞ്ഞ, സ്പോട്സ് കുത്തുകൾ, ഓണിറ്റ് അതിൻ്റെ മുകളിൽ. അതിൻ്റെ മുകളിൽ മഞ്ഞ കുത്തുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ചോദ്യം, വാട്ട് ഈസ് ദി കളർ ഓഫ് ദി മഷ്റൂം? മഷ്റൂമിന്റെ കളർ എന്താണ്? നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാം. റെഡ്, ചുവപ്പ്, വിത്ത് യെല്ലോ സ്പോട്സ്. യെല്ലോ മഞ്ഞ കുത്തുകളുള്ള റെഡ് ആയിരുന്നു, അല്ലേ? റെഡിന്റെ മുകളിൽ എന്തുണ്ടായിരുന്നു? മഞ്ഞ കുത്തുകൾ ഉണ്ടായിരുന്നു. ഐ ഞാൻ, ഷാൾ മേക്ക്. ഐ ഞാൻ. ഞാൻ എന്ന് പറഞ്ഞ ആരാണ്? ഉറുമ്പ്. ഷാൾ മേക്ക്. മേക്ക് എന്നാൽ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ അർത്ഥം ആക്കുക എന്നാണ്. ഐ ഷാൾ മേക്ക് ഞാൻ ആക്കും. ഇറ്റ് അത് ഞാനതാക്കും. എ നമ്പർല ഒരു കുടയാക്കും. ഞാൻ അത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? കൂൺ. ഞാൻ കൂൺ ഒരു കുടയാക്കി മാറ്റും. ദ ആൻഡ് ഉറുമ്പ് സേറ്റ് ഇരുന്നു. അണ്ടർ കീഴെ, ചുവടെ. ഇറ്റ് അതിൻ്റെ കീഴെ ഉറുമ്പ് ഇരുന്നു. ഇനി ഇവിടെ നോക്കൂ, ദ മഷ്റൂം കൂൺ ഈസ് ആണ്. എ നമ്പർല കൂണ് ഒരു അംബർലയാണ്. ഫോർ ദി ആൻഡ് ആൻഡിന്. കൂൺ ആൻഡിന് ഒരു അംബർലയായി മാറി. വൈ എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അങ്ങനെ മാറിയത്? നോക്കൂ, ലിസൺ ടു യുവർ
ടീച്ചർ. ആ ഭാഗത്ത് എന്താ ഉള്ളത്? ദ റെയിൻ, മഴ, കെയിം വന്നു. എങ്ങനെയാ വന്നത്? ഡൗൺ, താഴേക്ക് വന്നു അല്ലേ? താഴേക്ക് വന്നു എന്നതിന്റെ അതിന്റെ അർത്ഥം എന്താണ്? മഴ പെയ്തു എന്നാണ് അർത്ഥം. എങ്ങനെയാ പെയ്തത്? ഹെവിലി, ശക്തിയായി. മഴ ശക്തിയായി പെയ്തു. ദ ആൻഡ്, ഉറുമ്പ്, സേറ്റ്, ഇരുന്നു. അണ്ടർ, കീഴെ, ചുവടെ. എന്തിന്റെ ചുവടെ? ദ മഷ്റൂം. എന്തിന്റെ ചുവടെയാണ് ഇരുന്നത്? മഷ്റൂം, കൂണിന്റെ ചുവടെ അടിയിൽ ഇരുന്നു. ലുക്കിംഗ്, നോക്കിക്കൊണ്ട്. അറ്റ് ദി റെയിൻ, മഴയെ. മഴയെ നോക്കിക്കൊണ്ട് ആൻഡ് കൂണിന്റെ കീഴെ ഇരുന്നു. ഹി, അവൻ. അവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ആൻഡ്. സോ, കണ്ടു. എന്താ കണ്ടത്? എ ബട്ടർഫ്ലൈ, ഒരു ബട്ടർഫ്ലൈനെ കണ്ടു. എന്താ ബട്ടർഫ്ലൈ? നമ്മൾ നേരത്തെ പഠിച്ച കഥാപാത്രമാണ്. ആൻഡിന് ശേഷം ബട്ടർഫ്ലൈ. അപ്പൊ ഹി, അവൻ, സോ, കണ്ടു, എ ബട്ടർഫ്ലൈ, ഒരു പൂമ്പാറ്റയെ കണ്ടു. ഹെർ, പൂമ്പാറ്റ പെണ്ണാണ്. ഹെർ, അവളുടെ. ഹെർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? പൂമ്പാറ്റ. ഹെർ, അവളുടെ. വിങ്സ്, ചിറകുകൾ. വിങ് എന്നാൽ ചിറക് എന്നർത്ഥം. ഹെർ വിങ്സ്, അവളുടെ ചിറകുകൾ. വേറായിരുന്നു. എന്തായിരുന്നു? വെറ്റ്, നനഞ്ഞ. അവളുടെ ചിറകുകൾ നനഞ്ഞതായിരുന്നു. അവൾ നനഞ്ഞിരുന്നു. അവളുടെ ചിറകുകൾ നനഞ്ഞിരുന്നു എന്നാണ് അർത്ഥം. ദ ബട്ടർഫ്ലൈ, പൂമ്പാറ്റ, കെയിം, വന്നു. നിയർ, അടുത്ത്. ദ മഷ്റൂം, കൂണിന്റെ അടുത്ത് പൂമ്പാറ്റ വന്നു. ചോദ്യം നോക്കൂ. വിൽ, ഭാവിയെ കാണിക്കുന്നു. വിൽ ലെറ്റ് ഇൻ. ലെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉള്ളിലേക്ക് കടത്തിവിടുക എന്നാണ് അർത്ഥം. ലെറ്റ് ഇൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അകത്തേക്ക് കടത്തിവിടുക. നോക്കൂ. വിൽ ലെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? അകത്തേക്ക് കടത്തിവിടുമോ? ദ ആൻഡ്, ഉറുമ്പ്. ആരെ? ദ ബട്ടർഫ്ലൈ, പൂമ്പാറ്റയെ. ഉറുമ്പ് പൂമ്പാറ്റയെ അകത്തേക്ക് കടത്തിവിടുമോ? കൂട്ടുകാർ ഗസ് ചെയ്ത് ആൻസർ പറയാം. ഇവിടെ നമുക്ക് അതിന്റെ ആൻസർ കാണാം. ഈ ഭാഗത്ത് കാണാം. സോ ബട്ടർഫ്ലൈയെ ആൻഡ് ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുമോ എന്ന് നമുക്ക് നോക്കാം. നോക്കൂ. എ, ഒരു. ബട്ടർഫ്ലൈ, പൂമ്പാറ്റ. സ്ലോലി, സാവധാനത്തിൽ. കെയിം, വന്നു. ഒരു പൂമ്പാറ്റ സാവധാനത്തിൽ വന്നു. എവിടെ വന്നത്? നിയർ, അടുത്ത്. എന്തിന്റെ അടുത്ത്? നിയർ ദി മഷ്റൂം, കൂണിന്റെ അടുത്ത് ഒരു പൂമ്പാറ്റ സാവധാനത്തിൽ വന്നു. എന്നിട്ട് പറയാണ്, പറഞ്ഞ ഭാഗം കണ്ടില്ലേ? കോട്ട് ചെയ്ത് കൊട്ടേഷന്റെ ഉള്ളിൽ, ഉദ്ധരണിക്കുള്ളിൽ എന്താ പറയുന്നത്? ഐ, ഞാൻ. ആം, ആണ്. സോ മീൻസ് വളരെ. വെറ്റ്, ഞാൻ വളരെ നനഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നന്നായി നനഞ്ഞിരിക്കുന്നു. ഐ, എനിക്ക്. കാണ്ട് എന്നാൽ കനോട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക, കാണ്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല, കനോട്ട് കഴിയില്ല എന്നാണ് അർത്ഥം. ഐ കാണ്ട്, എനിക്ക് കഴിയില്ല. ഫ്ലൈ, പറക്കാൻ, എനിക്ക് പറക്കാൻ കഴിയില്ല. എന്താ പറക്കാൻ കഴിയാത്തത്? അതിന്റെ ചിറക് നനഞ്ഞിട്ടുണ്ട്. പ്ലീസ്, ദയവായി. ലെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തേക്ക് കയറ്റുക. മീ, എന്നെ. ദയവായി എന്നെ അകത്തേക്ക് കയറ്റൂ. ലെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറ്റുക എന്നാണ് അർത്ഥം. ദയവായി എന്നെ അകത്തേക്ക് കയറ്റൂ. ഹൗ കേൻ ഐ ലെറ്റ് യു ഇൻ. അപ്പൊ ആരോ ഇവിടെ ചോദിക്കുന്നു. ആരാണ് ചോദിക്കുന്നുണ്ടാവുക? ആൻഡ് ആയിരിക്കും അല്ലേ? എന്താണ് ചോദിക്കുന്നത്? ഹൗ, എങ്ങനെ. കേൻ, കഴിയും. ഐ, എനിക്ക്. ഹൗ കേൻ ഐ, എനിക്ക് എങ്ങനെ കഴിയും. ലെറ്റ് ഇൻ, അകത്തേക്ക് കയറ്റാൻ, പ്രവേശിപ്പിക്കാൻ. യു, നിന്നെ എങ്ങനെ എനിക്ക് അകത്തേക്ക് കയറ്റാൻ കഴിയും. എന്താണ് അതിന് കാരണം? ദർ ഈസ്. ഇവിടെ ഈസ് എന്നാണ്. ഈ അപ്പോസ്ട്രോഫി കണ്ടാൽ ഈസ് എന്നാണ് അർത്ഥം. അതായത് ദേർ ഈസ് എന്നതിന് തുല്യമാണ്
there apostrophe is എന്നാൽ there is എന്നാൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി ഈ നോവും ചേർക്കൂ. there is no ഇല്ല. സ്പേസ് സ്ഥലം. for you നിനക്ക്, നിനക്ക് വേണ്ടി. നിനക്ക് ഇവിടെ സ്ഥലമില്ല. നിനക്ക് സ്ഥലമില്ല. ആരാണ് പറഞ്ഞത്? സെഡ് പറഞ്ഞു. ആര് പറഞ്ഞു? ദ ആൻഡ്, ഉറുമ്പ് പറഞ്ഞു അല്ലേ. അപ്പൊ ഉറുമ്പ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഹൗ കാൻ ഐ ലെറ്റ് യു ഇൻ, എനിക്ക് നിന്നെ എങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയും? ദർ ഈസ് നോ സ്പേസ്, സ്ഥലമില്ല. ഫോർ യു നിനക്ക്, നിനക്ക് ഇവിടെ സ്ഥലമില്ല. സെഡ് ദി ആൻഡ്, ഉറുമ്പ് പറഞ്ഞു. അപ്പൊ നോക്കൂ, പ്ലീസ് ആരോ പറയുന്നു, പ്ലീസ് ദയവായി. ഐ ഷാൾ സിറ്റ്, ഐ ഷാൾ ഭാവിയെ കാണിക്കുന്ന ഐ ഷാൾ സിറ്റ്, ഞാൻ ഇരിക്കും. ക്ലോസ് നിനക്ക് അടുത്ത് ഞാൻ ഇരിക്കും. ദ ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ സെഡ് പറഞ്ഞു. സേ പറയുക, സെഡ് പറഞ്ഞു. ദി ബട്ടർഫ്ലൈ സെഡ്, ബട്ടർഫ്ലൈ പറഞ്ഞു. അപ്പോ എന്താണ് നമ്മുടെ ഉറുമ്പ് പറയുന്നത്? ഓക്കെ, ശരി. ദ ആൻഡ്, ഉറുമ്പ് എഗ്രീഡ്, സമ്മതിച്ചു. എഗ്രി സമ്മതിക്കുക, എഗ്രീഡ് സമ്മതിച്ചു. ദ ബട്ടർഫ്ലൈ പൂമ്പാറ്റ ഗോട്ടിൻ, ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഗോട്ടിൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അകത്തേക്ക് വന്നു. കെയിം ഇൻ എന്നാണ് അർത്ഥം. ഇനി ഇവിടെ നോക്കൂ, രണ്ട് ചോദ്യമുണ്ടല്ലോ. എന്താണ് ചോദ്യം? കേൻ, കേൻ എന്നാൽ കഴിയുക എന്നാണ് അർത്ഥം. ചോദ്യത്തിൽ വരുമ്പോൾ എന്തായി മാറും? കഴിയുമോ? കേൻ ദി ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈക്ക് കഴിയുമോ? സിറ്റ് ഇരിക്കാൻ. അണ്ടർ അടിയിൽ. ദ മഷ്റൂം, മഷ്റൂമിന്റെ അടിയിൽ ബട്ടർഫ്ലൈക്ക് ഇരിക്കാൻ കഴിയുമോ? അവനവിടെ, അവൾക്കവിടെ സ്പേസ് ഉണ്ടാകുമോ? സ്ഥലമുണ്ടാകുമോ? കൂട്ടുകാർക്ക് ഗസ് ചെയ്ത് പറയാം. വിൽ ദർ ബി, ദർ വിൽ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കും എന്നാണ് അർത്ഥം. വിൽ ദർ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കുമോ? സ്പേസ്, സ്ഥലം. ഫോർ ദി ടു, അതായത് രണ്ടു പേർക്കും സ്ഥലം ആയിരിക്കുമോ എന്നാൽ സ്ഥലം ഉണ്ടായിരിക്കുമോ എന്നാണ്. രണ്ടു പേർക്കും സ്ഥലം ഉണ്ടായിരിക്കുമോ? ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. നോക്കൂ, ലിസൺ ടു യുവർ ടീച്ചർ. ആ ഭാഗത്തിലേക്ക് നോക്കൂ. ദ ആൻഡ്, ഉറുമ്പ് മൂവ്ഡ് ഓവർ, മൂവ്ഡ് ഓവർ എന്നാൽ നീങ്ങി എന്നാണ് അർത്ഥം. ദ ആൻഡ് മൂവ്ഡ് ഓവർ, നീങ്ങി. ആൻഡ് മെയ്ഡ്, ഉണ്ടാക്കി. നീങ്ങിയിട്ട് ഉണ്ടാക്കി. എന്തുണ്ടാക്കി? സ്പേസ്, സ്ഥലം. ഫോർ വേണ്ടി. ആർക്ക് വേണ്ടി? ദ ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈക്ക് വേണ്ടി സ്ഥലമുണ്ടാക്കി. എങ്ങനെയാണ് ആൻഡ് ഉണ്ടാക്കിയത്? ദ ആൻഡ് മൂവ്ഡ് ഓവർ, അല്ലെ, ആൻഡ് നീങ്ങി ബട്ടർഫ്ലൈക്ക് ഇരിക്കാനുള്ള, നിൽക്കാനുള്ള സ്ഥലമുണ്ടാക്കി. ദേ, അവർ, അവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെയാണ്? ആൻഡും ബട്ടർഫ്ലൈയും. വാച്ച്ഡ്, ദേ വാച്ച്ഡ്, അല്ലേ. അവർ വാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നിരീക്ഷിക്കുക എന്നർത്ഥം. ദേ വാച്ച്ഡ്, അവർ ശ്രദ്ധിച്ചു. എന്താ ശ്രദ്ധിച്ചത്? ദ റെയിൻ. ദേ വാച്ച്ഡ് ദി റെയിൻ, അവർ മഴയെ ശ്രദ്ധിച്ചു, മഴയെ നിരീക്ഷിച്ചു. സഡൻലി, പെട്ടെന്ന്. സംബടി, ആരോ ഒരാൾ. സംവൺ എന്നാലും സംബടി എന്നാലും രണ്ടിനും ഒരേ അർത്ഥമാണ്. സംവൺ എന്നിരുന്നാലും സംവൺ എന്നാലും സംബടി എന്നാലും രണ്ടിനും ഒരേ അർത്ഥമാണ്. ആരോ ഒരാൾ എന്നാണ്. പെട്ടെന്ന് ആരോ ഒരാൾ. റേൻ, ഓടി. ഇൻ, ഉള്ളിൽ. റേൻ ഇൻ, ഉള്ളിലേക്ക് ഓടി വന്നു. ഇനി നോക്കൂ, ഹു, ആര്. വിൽ ബി, ആയിരിക്കും. ദാറ്റ്, അത്. അതാരായിരിക്കും ഓടി വന്നത്? കൂട്ടുകാർക്ക് ഗസ് ചെയ്ത് പറയാൻ കഴിയുമോ? ഇല്ലെങ്കിൽ ആൻസർ നമുക്ക് ഇവിടെ ഉണ്ടാവും. നോക്കൂ, ലെറ്റ്സ് റീഡ്, നമുക്ക് വായിക്കാം. സ്ക്യൂക്ക്, സ്ക്യൂക്ക്, സ്ക്യൂക്ക്. എന്താണ് ഒരു ശബ്ദം? അതൊരു ക്രൈയിങ് സൗണ്ടാണ്, കരയുന്ന ശബ്ദമാണ്. ആരാണ് കരയുന്നത്?
ഒരു മൗസ്. ആരാണ് സ്ക്യൂക്ക് സ്ക്യൂക്ക് എന്ന ക്രൈയിങ് സൗണ്ട് ഉണ്ടാക്കിയത്? എ മൗസ്. മൗസ് എന്നാൽ എന്താണ് അർത്ഥം? ചുണ്ടലി. എ മൗസ് ഒരു ചുണ്ടലി കെയിം വന്നു. വരിക, കെയിം വന്നു. ദർ അവിടെ ഒരു ചുണ്ടലി അവിടെ വന്നു. എങ്ങനെയാണ് വന്നത്? റണ്ണിങ് ഓടിക്കൊണ്ട്. അവിടെ ഒരു ചുണ്ടലി ഓടിക്കൊണ്ട് വന്നു. ഫ്രണ്ട്സ് സുഹൃത്തുക്കളെ. ചുണ്ടലി എന്താണ് പറഞ്ഞത്? ഫ്രണ്ട്സ് സുഹൃത്തുക്കളെ. ലെറ്റ് ഇൻ. ലെറ്റ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കടത്തിവിടുക. ലെറ്റ് മീ ഇൻ, എന്നെ അകത്തേക്ക് കടത്തിവിടൂ. ഐ ഞാൻ, ആം ആണ്, വെറ്റ് നനഞ്ഞതാണ് അല്ലേ? ഓൾ ഓവർ മുഴുവനായും, ഞാൻ മുഴുവനായും നനഞ്ഞതാണ്, എന്നെ അകത്തേക്ക് കടത്തിവിടൂ. ഹൗ എങ്ങനെ, കേൻ കഴിയും, വി ഞങ്ങൾക്ക്, ഹൗ കേൻ വി ഞങ്ങൾക്ക് എങ്ങനെ കഴിയും, ലെറ്റിൻ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ, യു നിന്നെ ഞങ്ങൾക്ക് നിന്നെ എങ്ങനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയും. ദർ ഈസ് നോ ഇല്ല. ദർ ഈസ് എന്നാൽ ഉണ്ട്, ദർ ഈസ് നോ ഇല്ല. റൂം റൂം എന്നാൽ ഇവിടെ അർത്ഥം സ്പേസ് എന്നാണ് അർത്ഥം. എന്താണ്? സ്ഥലം. നമ്മുടെ വീട്ടിലെ റൂം അല്ല. ദർ ഈസ് നോ റൂം, ദർ ഈസ് നോ സ്പേസ് സ്ഥലമില്ല. ഹിയർ ഇവിടെ, ഇവിടെ സ്ഥലമില്ല. ആരാ പറഞ്ഞത്? ദ ബട്ടർഫ്ലൈ പൂമ്പാറ്റ സെഡ് പറഞ്ഞു അല്ലേ? ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, പ്ലീസ് ദയവായി, ഗിവ് നൽകുക, മീ എനിക്ക്, പ്ലീസ് ഗിവ് മീ ദയവായി എനിക്ക് നൽകുക. എന്താണ് നൽകേണ്ടത്? സം സ്പേസ്, കുറച്ച് സ്ഥലം എനിക്ക് ദയവായി നൽകുക. ദ മൗസ് ചുണ്ടലി ക്രൈഡ് അല്ലേ? എന്താണ് ക്രൈഡ് എന്ന് പറഞ്ഞാൽ? സെഡ് എന്ന് തന്നെയാണ് അർത്ഥം. അതിനർത്ഥം സെഡ് എന്ന് തന്നെയാണ്. അപ്പൊ ദി മൗസ് ക്രൈഡ്, മൗസ് പറഞ്ഞു. ദ ആൻഡ് ഉറുമ്പ്, ആൻഡ് ഉറുമ്പും, ദി ബട്ടർഫ്ലൈ ചിത്രശലഭവും പൂമ്പാറ്റയും, സേറ്റ് ഇരുന്നു. എങ്ങനെയായിരുന്നത്? ക്ലോസർ അടുത്ത്, കുറെ കൂടി അടുത്തിരുന്നു. ക്ലോസ്, ക്ലോസർ, ക്ലോസസ്റ്റ്, അത് 3 ഫോമാണ്. ക്ലോസ് അടുത്ത്, ക്ലോസർ എന്ന് പറഞ്ഞാൽ കുറെ കൂടി അടുത്ത്, ദി ക്ലോസസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് എന്നാണ്. പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലറ്റീവ് ഡിഗ്രി എല്ലാം നമുക്ക് പിന്നീട് പഠിക്കാം. നോക്കൂ, ദ ആൻഡ് ഉറുമ്പ്, ആൻഡ് ദി ബട്ടർഫ്ലൈ ഉറുമ്പും ബട്ടർഫ്ലൈയും, സേറ്റ് ഇരുന്നു. എങ്ങനെയായിരുന്നത്? ക്ലോസർ അടുത്ത്, വളരെ അടുത്തിരുന്നു. അപ്പൊ വളരെ അടുത്തിരുന്നാൽ ഇവിടെ ചുണ്ടലിക്ക് എന്ത് ലഭിക്കും? സ്ഥലം ലഭിക്കും. ദ മൗസ് ചുണ്ടലി, ദ മൗസ് ചുണ്ടലി ഓൾസോ കൂടി, ഗോട്ടിൻ അല്ലെ? ചുണ്ടലി കൂടി അതിൽ പ്രവേശിച്ചു. നോക്കൂ, ഇവിടെ 2 ക്വസ്റ്റ്യൻ നോക്കൂ. വിൽ ദി റെയിൻ സ്റ്റോപ്പ്? വിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിൽക്കുമോ എന്നാണ് അർത്ഥം, അവസാനിക്കുമോ. വിൽ സ്റ്റോപ്പ് ദി റെയിൻ, മഴ തോരുമോ എന്നാണ് ചോദ്യം. കേൻ ദേ, കേൻ കഴിയുമോ, ഗോ പോകാൻ, കേൻ ദേ ഗോ അവർക്ക് പോകാൻ കഴിയുമോ, ഹോം വീട്ടിലേക്ക് അവർക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയുമോ അല്ലേ? ഇവിടെ അവർ എന്ന് പറഞ്ഞ ആരൊക്കെയാണ്? അവർ എന്ന് പറഞ്ഞാൽ ആൻഡ് ബട്ടർഫ്ലൈ മൗസ് അല്ലേ? അവർക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയുമോ? കൂട്ടുകാർ ഗസ് ചെയ്ത് ആൻസർ പറയാൻ ശ്രമിക്കണം.